ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള ഷേക്കർ മോൾഡിൽ എങ്ങനെയാണ് എപ്പോക്സി റെസിൻ ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോക്സി റെസിൻ, പിന്നെ ആവശ്യത്തിനുള്ള പിഗ്മെൻറ്റ്സും പിന്നെ ഗ്ലിറ്റേഴ്സുമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എപ്പോക്സി റെസിൻ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ ഷേക്കർ മോഡിന് ആവശ്യമായ സോക്കറ്റാണ് ഫസ്റ്റ് ഡേ നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് നമ്മളിത് 2 ദിവസമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളിതിനാവശ്യമായിട്ടുള്ള സോക്കറ്റ് തയ്യാറാക്കിയെടുക്കും. അതിന് ശേഷമാണ് നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ അതിലുള്ള ഫില്ലിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളേഴ്സ് മിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഈ സോക്കറ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്ട്രോബെറി ഷേപ്പിലുള്ളൊരു മോൾഡാണ്, ഷേക്കർ മോൾഡാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഓയിൽ പിഗ്മെൻ്റാണ്, എപ്പോക്സി ഓയിൽ പിഗ്മെൻറ്റ്. നമ്മൾ സാധാരണ പിഗ്മെൻറ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലിക്വിഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ഡൈല്യൂട്ട് ആകുന്നതായി കാണാം. അതേസമയം നമ്മൾ ഓയിൽ പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഓയിൽ പോലെ തന്നെ അത് റെസിനിൽ പൊങ്ങി കിടക്കുന്നത് കാണാം. അതാണ് ഓയിൽ പിഗ്മെൻറ്റ് പ്രത്യേകത. നമുക്കിത് UV റെസിനിലും എപ്പോക്സി റെസിനിലും യൂസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ മോൾഡൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോക്കറ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 24 hours കാസ്റ്റിംഗ് ടൈം കൊടുക്കാം. 24 hours അല്ലെങ്കിൽ 12 hours കാസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ റെസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ കാസ്റ്റിംഗ് ടൈം. ഇപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് നോക്കാം. പിന്നെ ഇതിലുള്ള എയർ ബബിൾസൊക്കെ റിമൂവ് ആവാൻ വേണ്ടി നമുക്ക് ലൈറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ അത് ഫുള്ള് കാസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോഡലിൽ നിന്ന് റിലീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പോർഷനിലാണ് ഷേക്കർ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിപ്പോൾ ഒരു സോക്കറ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലൊരു ഗ്യാപ്പ് കാണാൻ കഴിയും. നമ്മൾ അതിലൂടെയാണ് ഉള്ളിലേക്ക് ലിക്വിഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ളത് UV റെസിൻ ആവശ്യമുണ്ട്. പിന്നെ നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടി ബേബി ഓയിൽ, പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഫില്ലിംഗ് മെറ്റീരിയൽസ്. ഞാനിവിടെ കുറച്ച് ബീഡ്സും ക്യാൻഡീസ്, സ്ലൈസസ് അതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്കിതുപോലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ വേണം. പ്രൊട്ടക്റ്റീവ് ഫിലിം, ക്ലിയർ ഫിലിമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഷേക്കർ നമ്മൾ ഫില്ല് ചെയ്യുന്ന ആ ഭാഗത്ത് കറക്റ്റായിട്ട് അതേ സൈസിൽ ഒരു പെൻ ഉപയോഗിച്ച് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ലെയർ കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലൊരു ലെയറുണ്ട്, അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മോൾഡിൻ്റെ ഈ ഫില്ല് ചെയ്യുന്നതിൻ്റെ ആ സൈഡ് ഭാഗം ഫുള്ളായിട്ട് UV റെസിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉള്ളിലേക്ക് ലിക്വിഡ് ഫില്ല് ചെയ്യുമ്പോൾ അത് ലീക്കാകാത്ത രീതിയിൽ നന്നായിട്ട് എല്ലാ വശത്തും ഈ പ്രൊട്ടക്റ്റീവ് ഫിലിം ഒട്ടിപ്പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് UV റെസിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഫിലിം അതിന് മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇനി നമുക്ക് UV റെസിൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. UV ലൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്കിത് കാസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നേരത്തെ കാണിച്ച ആ ഗ്യാപ്പിലൂടെ നമുക്കിതിനുള്ളിലേക്ക് ബേബി ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏത് തരത്തിലുള്ള ബേബി ഓയിൽസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലൊരു സിറിഞ്ചോ അല്ലെങ്കിൽ നീഡിൽ ബോട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. അതുപയോഗിച്ചിട്ട് നമുക്കിതിനുള്ളിലേക്ക് ലിക്വിഡ് ഫില്ല് ചെയ്തെടുക്കാം.
നമ്മുടെ ആവശ്യത്തിനുള്ള ലിക്വിഡ് ഫില്ല് ചെയ്തതിന് ശേഷം ആ ഗ്യാപ്പ് UV റെസിൻ ഉപയോഗിച്ച് തന്നെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായി നന്നായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് ഓയിലൊക്കെ ഫുള്ളായിട്ട് പോയെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ UV റെസിൻ അപ്ലൈ ചെയ്ത് UV ലൈറ്റ് കൊടുത്ത് അത് ആ ഹോള് അടച്ചെടുക്കുക. ഇനി അടുത്ത് വേണ്ടത് നമ്മളിതിൻ്റെ ടോപ്പ് ഭാഗം ഫില്ല് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിനു മുൻപായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ലീക്കിംഗ് ഉണ്ടോ എന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷമാണ് ടോപ്പ് ലെയർ കൊടുക്കുന്നത്. ടോപ്പ് ലെയർ UV റെസിൻ ഉപയോഗിച്ചിട്ടും എപ്പോക്സി റെസിൻ ഉപയോഗിച്ചിട്ടും കൊടുക്കാം. ഞാനിപ്പോൾ എപ്പോക്സി റെസിൻ ഉപയോഗിച്ചിട്ടാണ് ടോപ്പ് ലെയർ കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എപ്പോക്സി റെസിൻ മെഷർ ചെയ്യുന്ന എടുക്കുന്നുണ്ട്. നമ്മുടെ എപ്പോക്സി റെസിൻ്റെ റേഷ്യോ 3:1 ആണ്. അപ്പോൾ 3 ml റെസിൻ എടുത്തു, 1 ml ഹാർഡനറും മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നെയിമൊക്കെ ഇതിന് ഈ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ ടോപ്പ് ലെയർ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സൈഡുകളിലേക്ക് അത് ഓവർഫ്ലോ ചെയ്യാത്ത രീതിയിൽ അതിനനുസരിച്ച് നന്നായിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ഫില്ല് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉള്ളത്, നമുക്കിതിന് സൈഡ് ഭാഗത്ത് ലിക്വിഡ് ലാറ്റക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ടോപ്പ് ലെയർ സൈഡിലും ബാക്ക് സൈഡിലും അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആയതിനു ശേഷം ടോപ്പ് ലെയർ കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോയിൽ ലിക്വിഡ് ലാറ്റക്സ് എങ്ങനെ ഉപയോഗിക്കാമെന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് കാസ്റ്റായി ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കീ ചെയിൻ ഫൈൻഡിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ലീക്കിംഗ് ഒന്നുമില്ല. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഫുള്ള് കവറായി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഷേക്കർ മോൾഡൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യത്തെ അറ്റംപ്റ്റൊക്കെ പരാജയമായിരിക്കും, എങ്കിലും കണ്ടിന്യൂ ആയിട്ട് പരിശ്രമിച്ചാൽ മതി, സക്സസ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.